മനുഷ്യ മനസ്സിൻ്റെ അഗാധതയിൽ നടന്ന കാര്യങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ രാമായണത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. വാൽമീകി മഹർഷി സ്വന്തം ജീവിത കഥ പോലെ നമുക്ക് മനസ്സിലാക്കിയെടുത്ത് തരികയാണിത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പോലെ സംഗീത രൂപത്തിൽ, ശ്ലോക രൂപത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. മൂലപ്രകൃതിയാണ് പാർവതിയും ലക്ഷ്മി ദേവിയും സീതയുമല്ലേ. പരമപവിത്രയായ സീത. സീതയെ രാമന് ദ്രോഹിക്കുകയല്ല ചെയ്യുന്നത്, ഇതെല്ലാം സീതയാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് നമുക്ക് രാമായണം വായിച്ചാൽ മനസ്സിലാകും. രാവണൻ്റെ ഉള്ളിലുള്ള ഭക്തി നമുക്കിതിലെ കൂടെ മനസ്സിലാകും. അപ്പം നിരവധി ജന്മ രഹസ്യങ്ങളുടെ കാര്യങ്ങൾ, ശാസ്ത്ര രഹസ്യങ്ങളുടെ കാര്യങ്ങൾ സംഗീത രൂപത്തിൽ, ശ്ലോക രൂപത്തിൽ നമുക്ക് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതാണ്. ജയ് ജയ്.